ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബ്രെഡ് വെച്ച് നമുക്ക് എലിയെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ആട്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനായി ഞാനിതാ ഒരു വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബ്രെഡായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ബ്രെഡ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈകൾ വെച്ചൊന്ന് അതുപോലെ ഒന്ന് ഞെരടി പൊടിച്ചാൽ മതി കേട്ടോ. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരു കടലാസിൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതാ കടലാസിൻ്റെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുന്ന ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ തന്നെ വേണം. കുട്ടികളുടെ നോട്ട്ബുക്ക് ഒന്നും പോരട്ടെ, കാരണം ഇതിലെ ഈ പ്രിന്റിൻ്റെ ഈ മഷി കൊണ്ടുള്ള ഒരു പ്രയോജനമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ എടുക്കാൻ പറയുന്നത് കേട്ടോ. ഇനി ഇത് മൊത്തം ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതത് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് കേട്ടോ. അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഡോളോയോ അല്ലെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് പാരസെറ്റമോൾ ടാബ്ലറ്റ് ആയിരിക്കും കേട്ടോ. ആ ടൈപ്പിലുള്ള ഡോളോ അതുപോലെ മാമോള് അതൊക്കെ ഏതായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പനിയുടെ മരുന്നാണ് ബെസ്റ്റ്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കാൻ പോകുന്നു കേട്ടോ. അതായത് നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം വെള്ളമാണ് കേട്ടോ. വെള്ളം ഒരുപാടൊന്നും ഒഴിക്കേണ്ട കേട്ടോ. കുറച്ചൊന്നിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത്. ഒരുപാട് വെള്ളമായാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ആക്കാൻ കഴിഞ്ഞത് വരില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ഇനി ഇത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിച്ച അതേ ലെവലിൽ കിട്ടിയിട്ടുണ്ട് വെള്ളം വെച്ച് നോക്കുമ്പോൾ. ഇനി ഇത് ജസ്റ്റ് ഇതുപോലെ നമുക്കിത് ഓരോ പീസും എടുത്ത് ഇതുപോലെ ഉരുളകളാക്കാം കേട്ടോ. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരു 3 എത്ര സ്ഥലങ്ങളിലാണോ നിങ്ങൾക്ക് വെക്കേണ്ടത് ആ സ്ഥലങ്ങളിലേക്കൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ബ്രെഡും കൂടുതൽ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് കൂടുതലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആക്കി എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഏകദേശം ഒരു 3 ഉരുളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എരി വരുന്ന ഭാഗങ്ങളിൽ തീർച്ചയായും നമുക്കിത് കൊണ്ട് വെക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഇതുപോലെയുള്ള തേങ്ങയുടെ ചിരട്ടൊക്കെ കൂട്ടിയിട്ട ഭാഗങ്ങളിലാണ് കൂടുതൽ എരി വരാൻ സാധ്യത. കാരണം ഇതുപോലെ തേങ്ങയുടെ അംശങ്ങളൊക്കെ കഴിക്കാൻ തീർച്ചയായും എലികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് തേങ്ങ. അപ്പോൾ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ എലികൾ വരുന്ന ഭാഗം നോക്കി, പ്രത്യേകിച്ച് ഇനി മാളമൊക്കെ ഉണ്ടെങ്കിൽ മാളത്തിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് എലികൾ കൂടുതലായി പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്.